ദൈവത്തിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. അനേക ദിവസങ്ങൾ കഴിഞ്ഞ പിറகு നിങ്ങളെ ஒவ்வொருவரையும் ഈ വീഡിയോയിൽ നോക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകാറുക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 62 അധ്യായം 1 വാക്യം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായി ഇരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിലേക്ക് നിന്ന് വരുന്നു. ഈ വചനത്തെ നാം നോക്കുമ്പോൾ ദാവീദ് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് വളരെ മൗനമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താമസിച്ച് കാത്തിരിക്കുന്നു. എൻ്റെ രക്ഷ അവങ്കിലേക്ക് നിന്ന് വരുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലിരുന്ന് രക്ഷ വരുന്നു എന്ന് ഈ വചനഭാഗം സംസാരിക്കുന്നത്. രക്ഷ എന്നുള്ള ഒരു കാര്യത്തെ നാം നോക്കുമ്പോൾ ഇത് ഹീബ്രുവിലെ നാം നോക്കുമ്പോൾ യാഷ എന്നുള്ള ഒരു വാക്കോട് വരുന്നത്. ഗ്രേക്ക ഭാഷയിലെ നോക്കുമ്പോൾ സോഡിറ്റേരിയ സോസോ, ഇതിൻ്റെ അർത്ഥം സുഖം, വിടുവിക്കുക, മോചിപ്പിക്കുക എന്നുള്ള അർത്ഥങ്ങളിൽ ഈ വാക്കുകൾ വരുന്നത്. ഈ ഗ്രീക്കിലും ഹീബ്രുവിലും ഈ വെവ്വേറെ വാക്കുകളായിട്ടിരുന്നാലും ഇതിൻ്റെ അർത്ഥം കാക്കുന്നതും നമ്മളെ വിടുവിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു സുഖമായിട്ടുള്ള ഒരു ഔഷധമായിട്ടും മോചിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടും ഈ രക്ഷ ഇരിക്കുന്നത്. അതുമാത്രമല്ല, ഈ രക്ഷയെ നമുക്ക് ഈ ദിവസത്തിൽ അനേകർ സംസാരിക്കുന്നത് പോലെ ബാപ്റ്റിസം എടുത്തിട്ടാൽ അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് വന്ന പിറகு നമുക്ക് രക്ഷ കിട്ടും. അത് അല്ല, നാം യേശുക്രിസ്തുവെ ദൈവത്തെ സ്വന്തം രക്ഷണീയ ദൈവമായിട്ട് നാം സ്വീകരിച്ചു കൊണ്ട ദിവസം തൊട്ട് ഈ ദിവസം വരെയിലും ആ രക്ഷണ്യം നമ്മളെ വഴി നടത്തുന്ന ഒരു രക്ഷണ്യമായിട്ടിരിക്കുന്നു. വെറും ബാപ്റ്റിസം എടുത്തിട്ട് രണ്ടാമത്തെ വരവിലെ ദൈവം നമ്മളെ കൂട്ടിച്ചേർക്കുന്നത് മാത്രം രക്ഷണല്ല. അത് ഇരുന്നാലും നമ്മളെ ദൈവത്തെ അവസാന ഭാഗം വരെയിലും നമ്മളുടെ രക്ഷണം നമ്മളെ വഴി നടത്താം. കാരണം ആ രക്ഷ നമ്മളെ കൈവിടുകയില്ല. ആ രക്ഷണത്തിക്ക് ഇന്നൊരു പേര് നാം ബൈബിളിലെ നോക്കുമ്പോൾ കർത്താവാകിയ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു പിറക്കുന്ന മുൻപിലെ ദേവദൂതന്മാർ മറിയാളോട് സംസാരിക്കുന്നത് അവർക്ക് ഇമ്മാനുവേൽ എന്ന പേര് വയ്ക്കുക. ആ ഇമ്മാനുവേൽ എന്ന ചെയ്യാം, മക്കളുടെ പാപത്തെ എല്ലാം ചുമന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ പാപത്തെയും തൻ്റെ കൽവരി ക്രൂശിലെ നീക്കിക്കളയാം എന്നുള്ള ഒരു വാക്കോട് മാത്രമല്ല, അവർക്ക് കർത്താവാകിയ യേശു ക്രിസ്തു എന്നുള്ള പേര് വയ്ക്കുക. ആ പേരിൻ്റെ അർത്ഥം എന്നവെങ്കിൽ രക്ഷണ്യം. ആ രക്ഷണീയമായിട്ടുള്ള ദൈവം നമ്മളെ അവസാനത്തോളം ഭാഗം വരയിലും നടത്താം. വെറും നമുക്ക് ബാപ്റ്റിസം എടുത്ത കഴിഞ്ഞ പിറകോ അല്ല പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കിട്ടിയ പിറകോ മാത്രമല്ല, ഒவ்வொரு ദിവസവും നമ്മളെ വഴി നടത്തിക്കൊണ്ട് വരാം. ആ രക്ഷണ്യം നമ്മളെ ഒவ்வொரு ദിവസവും പുതിയ ഒരു മനുഷ്യരായിട്ട് മാറ്റിക്കൊണ്ട് വരാം. ബൈബിളിലെ ഒരു വചനമുണ്ട്, ഉള്ളായിട്ടുള്ള മനുഷ്യൻ ദിവസം തോറും ഒவ்வொரு ദിവസവും പുതുതാകുന്ന വേലയായിട്ട് ഇരിക്കുന്നത്. ഇത് തമിഴിലെ നോക്കുമ്പോൾ പുതിയ മനുഷ്യൻ എന്നുള്ള ഒരു വാക്ക് വരാം. അതിൻ്റെ ഇംഗ്ലീഷായിട്ടുള്ള അർത്ഥം ട്രാൻസ്ഫോർമേഷൻ, ഡെയിലി ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ദിവസം തോറും ഒவ்வொரு പുതിയ മനുഷ്യരുടെ അനുഭവം നമുക്ക് ദൈവം കൊടുത്തുകൊണ്ട് വരുന്നു. ഒவ்வொரு ദിവസവും ദൈവം നമ്മളെ പുതിയ മനുഷ്യനായിട്ട് മാറ്റിക്കൊണ്ട് വരാം. അപ്പോൾ ഈ രക്ഷണ്യം നമ്മളെ സുഖപ്പെടുത്തും. ഈ രക്ഷണ്യം നമ്മളെ കൈവിടാതെ കാത്ത് സൂക്ഷിക്കുന്ന രക്ഷണ്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷണം നമുക്കൊരു ഔഷധമാണ്. രോഗികൾക്ക് മരുന്ന് ഔഷധമായിട്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് ആത്മീകമായിട്ടുള്ള ഔഷധം, ആത്മീകമായിട്ടുള്ള മെഡിസിൻ ഈ രക്ഷണ്യമാണ്. ആ രക്ഷണ്യം കർത്താവാകിയ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവെ നിങ്ങൾ സ്വന്തം രക്ഷകരായിട്ട് സ്വന്തം ദൈവമായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടാൽ ദൈവം ചെയ്യുന്ന ഫസ്റ്റ് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. പുതിയ മനുഷ്യരുടെ അനുഭവം. ആ അനുഭവം സാധാരണമായിട്ടുള്ള ഒരു അനുഭവമല്ല. ഈ ലോകത്തിലെ അനേകർക്ക് കിട്ടാതെ ഒരു സമാധാനം നിങ്ങളുടെ മനസ്സിലെ വന്നിട്ട് താമസിക്കാം. ആ സമാധാനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിലെ ഇരിക്കുന്ന മറ്റ മോഹങ്ങളോ ഈ ലോകത്തിലെ ഇരിക്കുന്ന മറ്റ എല്ലാ കാര്യങ്ങളോ കുറച്ച് കാലം മാത്രമേ നമുക്ക് സന്തോഷത്തെ ലഭിക്കാം. ദൈവം യേശു ക്രിസ്തുവെ നിങ്ങൾ സ്വന്തം ദൈവമായിട്ട് സ്വീകരിച്ചു കൊണ്ട് ആ ദിവസത്തിലിരുന്ന് നിങ്ങൾക്ക് ഈ ലോകം തരാതെ അതീത സമാധാനവും അതീത സന്തോഷവും
നിങ്ങളുടെ മനസ്സിൽ വന്ന് താമസിക്കാം. അത് ഈ ലോകം കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, യേശുക്രിസ്തു മെയിനായിട്ട് ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിലെ നമുക്ക് കഷ്ടതകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, സ്റ്റഡി ആയിട്ട് നിൽക്കുക, ഞാൻ ഈ ലോകത്തെ ജയിച്ചു എന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞു പോയി. അപ്പോൾ ആ യേശുക്രിസ്തുവെ നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ ഈ ലോകത്തിലെ വരണ ഓരോരോ പാപത്തെയും നാം ജയിക്കാം. കാരണം യേശുക്രിസ്തുവിൻ്റെ ശക്തിയോട്, പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയോട് കൂടിയിട്ട് നാം ഈ ലോകത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ജീവിതം ഉണ്ടാകണമെങ്കിൽ ദിവസം തോറും ദൈവത്തോട് ബന്ധിപ്പിക്കണം. ആ ബന്ധമേ നമ്മളെ വിജയത്തിലെ വഴി നടത്തും. ബന്ധമല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് വിജയം കിട്ടുന്നില്ല. ഈ തിരുവചന ഭാഗം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.